അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അങ്ങനെ പരിശുദ്ധൻ 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 സർവ്വസഹായിയായ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സർവ്വസഹായികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മറഞ്ഞിരിക്കുന്നതിനും പ്രവർത്തികളാൽ സ്വയം വെളിപ്പെട്ടതിന് ദൈവമേ, ആകാശഭൂമി നിന്റെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഭയപ്പെട്ടവന്റെ മാർഗം വ്യാപരിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. മനുഷ്യ, നിന്റെ കൈവേലയുടെ ഫലം നീ ഭക്ഷിക്കുമ്പോൾ നീ ഭാഗ്യവാനാകുന്നു. നിന്റെ ആത്മാവിന് ഒലിവിൽ കൈകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനായിരിക്കും. കർത്താവ് സഖിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്രത്തിന്റെ ഐശ്വര്യം കാണുവാൻ നിനക്കിടയാകട്ടെ. നിന്റെ സന്താന പരമ്പരയും ഇസ്രായേൽ സമാധാനവും നീ കാണുവാനിടയാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കുകയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും അവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം. സർവജ്ഞനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ബാവായും പുത്രനും റൂഹാകുദാശയുമായ സർവേശ്വര എന്നേക്കും. സഹോദരൻ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം. വ്യർത്ഥ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ കോപമെന്ന് കൂടുന്നത് നിമിത്തമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ പങ്കുകാരാകരുത്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴാണ് നമ്മുടെ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. ആകയാൽ വെളിച്ചത്തിൻ മക്കൾ എങ്ങനെയോ അങ്ങനെ വ്യാപരിക്കുവിൻ. വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ലതെന്തെങ്കിലും ഉപേക്ഷിക്കുവിൻ. ഇരുട്ടിൻ്റെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ കൂട്ടുകൂടരുത്, എന്തെന്നാൽ അവയിൽ ഫലങ്ങളില്ല. വിശുകാട് സ്നേഹത്താൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ നമ്മുടെ കർത്താവിന് എന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കുവിൻ. ഭർത്താക്കന്മാരെ വിശുക തന്നെയും തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. മക്കളെ, നിങ്ങൾ നമ്മുടെ കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ കോപിക്കരുത്. പിന്നെയോ നമ്മുടെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും അവരെ വളർത്തുവിൻ. ദാസന്മാരെ വിശുക എന്ന പോലെ പേടിയോടും വിറയലോടും പ്രതിഷ്ഠയോടും നിങ്ങളുടെ ശാരീരിക നാഥന്മാരെ അനുസരിക്കുവിൻ. നാഥന്മാരെ, നിങ്ങളുടെ ദാസൻ പ്രകാരം തന്നെ ചെയ്യുവിൻ. തെറ്റുള്ളവരോട് ക്ഷമിക്കുവിൻ. നിങ്ങളെ നാഥൻ സ്വർഗ്ഗത്തിലുണ്ടെന്നും അവരുടെ പക്കൽ മുന്നോട്ടമില്ലെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഭാഗപൂർവ്വം നിന്ന പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ഹൃദയത്തിലെ ആത്മാവോടുകൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരൻ പ്രമാണിയുമായ സഖ്യ എന്നിവയുള്ള ഒരു മനുഷ്യൻ ഈശോ ആരാകുന്നു എന്ന് കാണുവാൻ ആഗ്രഹിച്ചു.
എന്നാൽ പൊക്കം കുറഞ്ഞവനായിരുന്നതുകൊണ്ട് ജനക്കൂട്ടം നിമിത്തം സഖ്യയ്ക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഓടി ഈശോയ്ക്ക് മുമ്പേ കടന്ന് അവനെ കാണുവാനായി ഒരു കാട്ടത്തിന്മേൽ കയറി. എന്തെന്നാൽ അവൻ അതിലെയായിരുന്നു കടന്നു പോകേണ്ടിയിരുന്നത്. ഈശോ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ നോക്കി, സഖ്യേ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ ഒരുത്തന്റെ പക്കൽ കയറി പാർത്തുവല്ലോ എന്ന് നീരസപ്പെട്ട് പറഞ്ഞു. സഖ്യേ എഴുന്നേറ്റ് ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളവ 1/4 വീതം ഏവർക്കും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈശോ അവൻ അരുളി ചെയ്തു, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി, എന്നാൽ ഇവനും അബ്രാഹത്തിന്റെ പുത്രനാകുന്നു. ഈശോയിലെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പാറമ്പുഴ ബെത്ലഹേം ഇടവകയിലെ തിരുക്കുടുംബ കൂട്ടായ്മയിലേക്ക് ഒരു ഭവനം ഇന്ന് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭാ സമൂഹത്തിന്റെ ഭാഗമായി ഈ കുടുംബാംഗങ്ങളും ഇന്ന് മാറ്റപ്പെടുകയാണ്. കുടുംബത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ആശീർവദിക്കുന്ന ഈ ഭവനത്തിന്റെ ഏറ്റവും കേന്ദ്രഭാഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുക. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടണമെന്നുള്ള നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഉത്തരവുകളൊക്കെ സാധ്യതമാക്കുവാൻ നമ്മൾ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുവാനുള്ള സ്ഥലം. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ കുടുംബത്തിൽ സാധിച്ചാൽ തന്നെ ഈ കുടുംബത്തിലെ ജീവിതം വളരെ സുഗമമാകും എന്ന് നമ്മുടെ പൂർവികര് മുതല് നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും കൂദാശകളോടുമുള്ള അധമ്യമായ ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സായുജ്യമാണ് പ്രാർത്ഥനയുടെ ഉത്തരമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇത്തരണത്തില് സാധിക്കും. ഈ ഭവനത്തിന്റെ ആരംഭ നിമിഷം മുതൽ പ്രത്യേകിച്ച് ഈ കുടുംബനാഥൻ ജെയിന് ദേവാലയത്തിൽ വരികയും അതിനെക്കുറിച്ച് പറയുകയും ഈ കുടുംബം ഇവിടെ സ്ഥാപിതമാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്താൽ ഈ ഭവനം ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥന, തുടർന്നുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ ഈ കുടുംബാംഗങ്ങൾ ഇടയാകുന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മുൻപിലുള്ള നമ്മുടെ നീതിപൂർവമായ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും കർത്തവ്യങ്ങളുമൊക്കെ നിർവഹിക്കുമ്പോഴാണ്. ഇത് ശിരസ ഏറ്റുവാങ്ങുവാൻ ഈ കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വിശാലമായ ബന്ധങ്ങളുള്ള, ഒരുപക്ഷെ നല്ല ഒരു ആത്മീയതയുടെ അടിത്തറയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു കുടുംബമാണ് എന്ന് ഞാൻ പ്രത്യേകം മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ കുടുംബ കൂട്ടായ്മകൾക്കും ഇത് ഈ ഒരു ആത്മീയ ചൈതന്യം നിറഞ്ഞ ഈ കുടുംബം ഒരു പ്രചോദനവും അതോടൊപ്പം വിശ്വാസത്തില് അല്പക്കൂടി തീഷ്ണത പകരുവാനും ഇടയാകും. ഈ പ്രാർത്ഥനാരൂപിയിൽ നമുക്കെല്ലാവർക്കും ഈ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കാം. കുടുംബാംഗങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഇവിടെ വന്നുകൂടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ രക്ഷകനും പരിപാലനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ നാമത്തിൽ ഒന്നിച്ച് കൂടുന്നിടത്ത് തന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും ഗ്രാമത്തെയും പ്രത്യേകമായി കുടുംബത്തെയും പരിപാലിച്ചനുഗ്രഹിക്കുകയും എല്ലാ അപകടങ്ങളും രക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, നിർഭാരികളുടെ ആത്മാക്കൾക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചിടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിയത്തിന്റെയും സ്ത്രീകന്മാരുടെ സാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാമാർ തോമാശ്രീഹായുടെയും മർത്തൽപോൻസ്വാമിയുടെയും
പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയാകണമേ. ആത്മാക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് പരമേൽപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. നിന്റെ ദാനം ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കണമേ. നിന്റെ ജനത്തിന്റെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആശീർവദിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഭക്തിയാതുടർന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ തെരഞ്ഞെടുപ്പിടെ പാർപ്പിടമായി ഈ ഭവനത്തെ വേർതിരിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധ റൂഹായ നിമെല്ലാം ആവസിക്കുകയും നിത്യമസിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവ് പൂർവ്വപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും ശ്രീഹന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ എന്ന പോലെ നിന്റെ വഴിയിലെന്നും വ്യാപരിക്കുന്നതിനും നിന്റെ കൽപ്പനകളും പഠനങ്ങളും വിശ്വസ്തയോടെ കാക്കുന്നതിനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശിഷ്ടദാനങ്ങളാൽ ഇവരെ നിറയ്ക്കുകയും വിശുദ്ധിയുടെ രക്തസാക്ഷിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അവരെ ശക്തരാക്കുകയും ചെയ്യണമേ. ഈ കുടുംബം യഥാർത്ഥ മെഷിയാനിക സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും നികേതനമായി തീരട്ടെ. നിനക്ക് അനിഷ്ടമായ ഇതൊന്നും ഈ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. രോഗികൾക്കും ദരിദ്രർക്കും പീഡിതർക്കും ഈ കുടുംബം ഒരു ആശ്വാസ കേന്ദ്രമായി തീരട്ടെ. ഇവിടെ ആശ്രയം തേടുന്നവർ ഒരിക്കലും നിരാശയോടെ മടങ്ങുവാൻ ഇടയാക്കരുതേ. വിശ്വസ്ലീഗായി അനുകരിച്ച് എല്ലാവർക്കും എല്ലാമാകുന്നതിനും അങ്ങനെ യഥാർത്ഥ മെഷിയാനിക വിശ്വാസാക്ഷികളായി പ്രശോഭിക്കുന്നതിനും ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവരെ കാത്ത് സൂക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈശോ മിശിഹായുടെയും ഞങ്ങളുടെ അമ്മയെ ബത്സകനികാമറിയത്തിൻ്റെയും നിന്റെ സുവിശേഷം പ്രഘോഷണം ചെയ്ത സ്ത്രീഹന്മാരുടെയും നിന്റെ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്ന പ്രവാചകന്മാരുടെയും നിന്നെ തീക്ഷ്ണതാപൂർവ്വം അനുഗ്രഹിക്കുകയും നിനക്കല്ലാതെ മറ്റാർക്കും ധൂപം അർപ്പിക്കുകയില്ലെന്ന് ശടിക്കുകയും ചെയ്ത വേദസാക്ഷികളുടെയും നിന്റെ നാമത്തെ തീവ്രതയോടെ സ്നേഹിച്ച വിശുദ്ധരുടെയും നിന്റെ പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിച്ചനുഷ്ഠിച്ച നീതിമാന്മാരുടെയും പ്രാർത്ഥനാ സഹായത്താൽ നിന്റെ വാത്സല്യകരമായ കത്തോലിക്ക സഭ മുഴുവനും പ്രത്യേകമായി ഈ കുടുംബാംഗങ്ങളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ. ആത്മാക്കളുടെ വൈദ്യരും വിശുദ്ധിയുടെ താരങ്ങളും സത്യത്തിന്റെ സംരക്ഷകരും സ്വർഗനിക്ഷേപങ്ങളുടെ കാവൽക്കാരും വിശുകാരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്നേഹിതരുമായ ഇവരുടെ പ്രതിച്ഛായകൾ നിന്റെ പക്കലേക്ക് ഞങ്ങളെ ആകർഷിക്കുകയും അടുപ്പിക്കുകയും ചെയ്യട്ടെ. തങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കി വിജയകിടം സമ്പാദിച്ചവർ ബുദ്ധിമുട്ടേറി ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. ഇതിനാൽ അലങ്കൃതമായിരിക്കുന്ന ഈ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ തനിപ്പകർത്തം യഥാർത്ഥ മെഷിയാനിക ജീവിതത്തിൻ്റെ മാതൃകയുമായി പ്രശോഭിക്കട്ടെ. ഈ കുടുംബാംഗങ്ങളെല്ലാം ഈ വിശുദ്ധരെ അനുകരിച്ച് വിശുദ്ധരെ പുറയിലെത്തിച്ചേരുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനുഗാനമുതിർത്തിടുവിൻ. ദൈവിക ശക്തിക്കനുഗുണമായി പരിചുടുനാഥനെ വാഴ്ത്തിടുവിൻ. മാഹാത്മ്യത്തിനിറങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ. കാഹളനാദമുതിർത്തിടുവിൻ. മധുമയ വീണകൾ മീട്ടിടുവിൻ. കിന്നര മോഹന ഗീതികളാൽ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. മദ്ദളമിനെ എല്ലാവരും കൂടി ഏറ്റു ചൊല്ലുക. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ.
ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തിരുക്കുടുംബമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആശീർവദിക്കുന്നവന്റെ ആശീർവാദവും എല്ലാറ്റിനെയും സമാധാനത്തിൽ സംരക്ഷിക്കുന്നവന്റെ സമാധാനവും എല്ലാവരുടെയും മേൽ കരുണ വർഷിക്കുന്നവന്റെ സംരക്ഷണവും നമ്മിലും നമ്മോടുകൂടെയും നമ്മുടെ ചുറ്റും വ്യാപരിച്ച് ദുഷ്ടനിൽ നിന്നും അവന്റെ എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ സമയവും നമ്മെ സംരക്ഷിക്കട്ടെ. ബാവായും പുത്രനും റുഹാദുദേശായുമായ സർവേശ്വരായ നയിക്കും. നിത്യകന്യകയും നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ അമ്മയുമായ മർത്തമറിയത്തിന്റെയും സ്ലീഹന്മാരുടെയും പ്രത്യേകമായ നമ്മുടെ പിതാവ് മാർത്തോമാസ്ലീഹായുടെയും സുറിയാനി സഭാപിതാക്കന്മാരായ മാർ അബ്രഹാമിന്റെയും മാർ അദായുടെയും മാറിയുടെയും മർത്തോൽഫോൻസാമ്മയുടെയും മറ്റെല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മിശിഹായുടെ വിശുദ്ധ ശ്രീവായ നാം എല്ലാവരും സംരക്ഷിക്കപ്പെടുകയും നിത്യപ്രകാശത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നല്ലവനും കാരണവാനും അനുഗ്രഹസമ്പന്നനുമായ ദൈവത്തിന്റെ നാമം എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരാലും എപ്പോഴും പുകഴ്ത്തപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം അരുളട്ടെ. നമ്മുടെ കടങ്ങളും പാപങ്ങളും മോഹിച്ച് സ്വർഗ്ഗരാജ് നമ്മെ അർഹരാക്കി തീർക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച് നാം എല്ലാവരും ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ അവനെ സ്തുതിക്കുന്നതിന് ഇടയാകട്ടെ. അവന്റെ പരിസ്ഥിതിവാന ശക്തിയാൽ എല്ലാവരും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.